അങ്ങനെ ഞങ്ങൾ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കോട്ടയത്തുണ്ടായിട്ട് റീൽസ് കണ്ടിട്ടാണ് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയുന്നത്. ഇവിടെ അരുവി പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാരണമാണ് അരുവിക്കൽ ക്ഷേത്രം എന്നാണ് അങ്ങനെ പേര് വന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൽ കയറണമെങ്കിൽ ഈ സൈഡിലുള്ള കൈവരിയിൽ പിടിച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് കയറാൻ. പിന്നെ വെള്ളമൊക്കെ ഉള്ള കാരണം പാറയ്ക്ക് നല്ല വഴുക്കലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറി പോകണം. നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. പക്ഷെ എൻ്റെ മൊബൈൽ ക്യാമറ അത്ര പോരാ. നേരിട്ട് വന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. അവിടെ കുറച്ച് തൊഴിലുറപ്പിലെ അമ്മമാരുണ്ട്. എനിക്കൊന്ന് അവിടെ വൃത്തിയാക്കാൻ വന്നതാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പിള്ളേർ കുളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നായിരുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെ എത്ര സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഈശ്വരചൈതന്യമുള്ള ഈ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ്. പുതിയ തലമുറ പ്രകൃതി ആസ്വദിക്കട്ടെ. ദേ വരുന്നു പുതിയ തലമുറ അതിൻ്റെ അപ്പാടെ കയ്യിരുന്ന്. ഈ അമ്പലത്തിനൊരു ഐതിഹ്യമുണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലം കാട് പിടിച്ച് കിടന്ന സമയത്ത് പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കായിട്ട് പണിത അമ്പലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊരു ഗുഹ പോലെ ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഗുഹാമുഖം മൂടിപ്പോയപ്പം ഇവർ പിന്നെ മുകളിലോട്ട് പണിതയാണെന്നും പറയുന്നു. ഇതെല്ലാം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തുള്ള ഗുഹ ചെന്ന് അവസാനിക്കുന്നത് കാഞ്ഞിരത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രാമീണ ഭംഗിയുണ്ട്, നല്ല കാറ്റ്, നല്ല വെളിച്ചം. ഈ വെള്ളം തന്നെ ആണെങ്കിൽ നല്ല തെളിഞ്ഞ് കിടക്കുന്നത്. കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ വരാനും അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. പേടിക്കേണ്ട ഒരു ചുറ്റുപാടൊന്നും കണ്ടിട്ട് തോന്നുന്നൊന്നുമില്ല. ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എടുക്കരുതെന്ന്. അത് കാരണം ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളെന്നാൽ തിരിച്ചു പോവുകയാണ്.